നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇതാണ്. ആ കളിക്ക് ലിയോ മെസ്സി ഇറങ്ങുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഗാലക്സിക്കെതിരെയുള്ള മത്സരം അദ്ദേഹം കളിച്ചിരുന്നു. ഗോളും അസിസ്റ്റും ഒക്കെ മെസ്സിയുടെ വകയുണ്ടായിരുന്നു. കിടിലൻ പ്രകടനം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ലിയോ മെസ്സി നടത്തുകയുണ്ടായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ആ കളിയിൽ ഉയർന്നു വരികയും ചെയ്തു. വീണ്ടും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇന്ന് ടൈഗ്രസ് UANL മയാമിയുടെ മത്സരം. ഇന്ന് രാത്രിയാണ് മയാമിയിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 കളി ആരംഭിക്കുക. ആ കളിക്ക് ലിയോ മെസ്സി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഹാവിയർ മഷറാനോ പറഞ്ഞത് മെസ്സി ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല. അദ്ദേഹം സെപ്പറേറ്റ് ആണ് ട്രെയിനിങ് നടത്തിയത്. തീർച്ചയായിട്ടും ഇത് കളിക്ക് ശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെയാണ് മെസ്സിയുടെ കാര്യത്തിൽ എന്നുള്ളത്. ഏതാണ്ട് അതേ സിറ്റുവേഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല കഴിഞ്ഞ 45 മിനിറ്റ് കളിച്ചപ്പോൾ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം രണ്ടാം പകുതിയിൽ ഇറങ്ങി 45 മിനിറ്റ് കളിച്ചു. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. അത് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവങ്ങൾ ഉള്ളത്. മെസ്സി ഇപ്പോൾ ടീമിനോടൊപ്പം ഗ്രൂപ്പിനോടൊപ്പം അല്ല ട്രെയിനിങ് നടത്തിയത്, മറിച്ച് സെപ്പറേറ്റ് ആണ് ട്രെയിനിങ് നടത്തിയത്. അപ്പോൾ കളിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ത് സംഭവിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത്, അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നാളെ ഞങ്ങൾ അസസ് ചെയ്യും. എന്തായാലും ഈ കളിയിൽ നിന്ന് അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന് നാളെ ഫീൽ ചെയ്യുക എന്നതനുസരിച്ചാണ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക എന്ന് ഇന്നലെ ഹാവിയർ മഷറാനോ പറഞ്ഞു. അപ്പോൾ ഇന്ന് മാച്ച് ഡേ ആണ്. ഇന്നലെ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ മെസ്സി റൂൾഡ് ഔട്ട് അല്ല എന്ന് പറഞ്ഞാൽ മെസ്സി കളിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ടെസ്റ്റും മറ്റുമൊക്കെ നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അത് പ്രശ്നമുണ്ടോ, ആ പരിക്ക് പ്രശ്നമാണോ എന്നുള്ളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുക എന്നാണ് ഇപ്പോൾ ഹാവിയർ മഷറാനോ പറഞ്ഞത്. സോ സംഗതി വളരെ ക്ലിയർ ആണ്. മെസ്സി ഇപ്പോൾ റൂൾഡ് ഔട്ട് അല്ല, പക്ഷേ അത്ര പൂർണ്ണമായിട്ടും സജ്ജനുമല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ആരാധകരുടെ ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെയുള്ള കളിക്ക് മെസ്സി പൂർണ്ണ റിക്കവർ ആവാതെ ഇറക്കി വിടുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അർജന്റീനയുടെ അടുത്ത മത്സരത്തിലുള്ള സ്ക്വാഡിലൊക്കെ മെസ്സി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്, ക്വാർട്ടർ ഫൈനലാണ്. സോ മെസ്സി ഇറക്കാൻ തന്നെയാണ് സാധ്യത, വലിയ രൂപത്തിലുള്ള പരിക്കലട്ടിയില്ലെങ്കിൽ. എന്തായാലും ഹാവിയർ മഷറാനോ ടീമിൻ്റെ പുതിയ സൈനിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു അർജന്റീനയിൽ നിന്നൊരു യുവ താരത്തെ കൊണ്ടുവരുന്നു, ലിയോ മെസ്സിയുടെ കുട്ടിക്കാല ക്ലബിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെ വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാണ്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ക്ലബ്ബ് 2 ഡീലുകൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള താരങ്ങളിൽ ആരും ഇവിടെ വിട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കറണ്ട് സ്ക്വാഡ് എല്ലാവരും ഇവിടെ തന്നെ തുടരും. പുതിയ 2 താരങ്ങളെ കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ വിഷയത്തിൽ മഷറാനോ പറഞ്ഞ മറുപടി. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.